ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കമ്പനി തന്നിട്ടില്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് തന്നെ UAEയിലെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റൈസേഷൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നേടിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഫോണിൽ ആദ്യം തന്നെ MOHRE UAE എന്നുള്ള ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാകും. അത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ നമ്മളത് ലോഗിൻ ചെയ്യാനായിട്ട് നമുക്ക് UAE പാസ്സാണ് വേണ്ടത്. UAE പാസ് ഓൾറെഡി എൻ്റെത് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാത്തവർക്ക് UAE പാസ് വെച്ചിട്ട് നമ്മൾ ഓത്തറൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ കഴിയും. പിന്നെ ഒന്നുകൂടെ പറയാനുള്ളത്, UAE പാസ് എങ്ങനെ ചെയ്യാന്നുള്ളത് വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ട് അറിയാത്തവർ അത് നോക്കിയിട്ട് ചെയ്ത് മനസ്സിലാക്കുക. ഈ ഒരു ഇൻ്റർഫേസാണ് അത് ഓപ്പൺ ആകുമ്പോൾ കിട്ടുക. അതിൻ്റെ ഏറ്റവും താഴെ ഹോം, സപ്പോർട്ട്, അത് കഴിഞ്ഞാൽ സർവീസസ് ഉണ്ട്. സർവീസസിൽ ക്ലിക്ക് ചെയ്യുക. സർവീസസിൽ തന്നെ നമുക്ക് ലേബർ കേസ് ക്യാൻസലേഷൻ, ഡിസബിലിറ്റി കാൽക്കുലേറ്റർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്തുനിന്ന് വരുന്ന സെക്കൻഡ് റോയിൽ ഈ ലാസ്റ്റ് കാണുന്നത് രണ്ടെണ്ണം ഉണ്ട്. എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റും എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി സർട്ടിഫിക്കറ്റ്. എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ UAEയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളുടെ എക്സ്പീരിയൻസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഡൗൺലോഡ്സിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അത് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഈ സൈഡിൽ മെനു ഉണ്ടോ? മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ കിടപ്പുണ്ടാവും. ഇങ്ങനെയാണ് ഏകദേശം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അഥവാ കമ്പനി തരാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്കിങ്ങനെ MOHREൻ്റെ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് UAEയിൽ ഇപ്പോൾ എടുക്കാൻ കഴിയുന്നുണ്ട്. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.